ഹായ് ഫ്രണ്ട്സ്, അസ്സലാമലൈക്കും. എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇപ്പം ഞങ്ങൾ നിൽക്കുന്നത് പെരുമ്പിലാവിലുള്ള ഫെൽക്കം മാളിലാണ് കേട്ടോ. അപ്പം അങ്ങനെ ഞാനും ഉമ്മയും മക്കളും കൂടിയിട്ട് അവിടെ എത്തി കേട്ടോ. നമ്മളവിടെ ചെന്നിടുമ്പോൾ തന്നെ നമുക്ക് കാണുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മെൻസിൻ്റെ ടീഷർട്ട് ഷർട്ട്സൊക്കെയാണ് കേട്ടോ. പർപ്പിൾ, ഹഗ് ആൻഡ് മെഗ്, ലെൻസ് കാർട്ട്, അങ്ങനെ ഒരുപാട് ബ്രാൻഡ്സ് അവിടെ ഓപ്പൺ ആയിട്ടുണ്ട് കേട്ടോ. അപ്പം ഞങ്ങൾ ആദ്യം കയറിയത് വിശാലമായ ഒരു ഹൈപ്പർ മാർക്കറ്റ് തന്നെ പറയാം. 20,000 സ്ക്വയർ ഫീറ്റിൽ വരുന്ന ഒരു ഹൈപ്പർ മാർക്കറ്റാണ് കേട്ടോ. ഇവിടെ ഒരുപാട് ഓഫറുകൾ കൊടുക്കുന്നുണ്ട് കേട്ടോ. ഹൈപ്പർ മാർക്കറ്റിൽ നമുക്ക് കയറി കഴിഞ്ഞാൽ നമുക്ക് വീട്ടിലേക്ക് ആവശ്യമായിട്ടുള്ള എല്ലാ വക സാധനങ്ങളും നമുക്ക് ഇവിടെ ലഭ്യമാണ് കേട്ടോ. അങ്ങനെ ഞങ്ങൾ മൊത്തം എല്ലായിടത്തിലൊക്കെ അങ്ങോട്ട് കറങ്ങി. പിന്നെ മക്കൾക്ക് സ്കൂൾ ഓപ്പണിംഗ് ഉണ്ടായിരുന്നു. അപ്പോൾ ആ സമയത്ത് കുറേ സാധനങ്ങൾ വാങ്ങിക്കാനുണ്ടായിരുന്നു. അപ്പോൾ ബേഗും ബുക്സൊക്കെ നോക്കി. ബേഗിനൊക്കെ നല്ല ഓഫറുണ്ട്, നല്ല ക്വാളിറ്റി ഉള്ള ബാഗാണ് കേട്ടോ. പർച്ചേസ് ചെയ്യാന്നുള്ള ഒരു ഉദ്ദേശത്തിലൊന്നല്ല കേട്ടോ ഞങ്ങൾ വന്നത്. ഉമ്മാനായിട്ട് മക്കളൊക്കെ ആയിട്ട് ഒരു സന്തോഷം അല്ലേ. നമ്മൾ എപ്പോഴും ഫ്രണ്ട്സും ഒക്കെ ആയിട്ടില്ല നമ്മൾ കൂടുതലും കറങ്ങും. ഫാമിലിയൊക്കെ ആയിട്ട് പോകും കുറവാണ് മൊത്തത്തിൽ. അപ്പം അങ്ങനെ ഉമ്മാനെയും മക്കളൊക്കെ ആയിട്ടൊക്കെ ഒന്ന് കറങ്ങി എല്ലാവരോടൊക്കെ ഒന്ന് കണ്ടു. കുട്ടികൾക്കും അതൊരു സന്തോഷമാണ് അല്ലേ. അങ്ങനെ മൊത്തം കണ്ടു. പിന്നെ ഞങ്ങൾ അധികം നേരം ഇവിടെ നിന്നില്ല കേട്ടോ. കാരണം ഒരുപാട് സാധനങ്ങളൊന്നും വാങ്ങിക്കണമെന്നൊന്നുമില്ലല്ലോ. അപ്പോൾ അത് കാരണം കുറച്ച് സമയം ഇവിടെ ചിലവഴിച്ച് ഞങ്ങളെല്ലാവരും കൂടിയിട്ട് അടുത്ത ഫ്ലോറിലേക്ക് കയറി കേട്ടോ. എസ്കലേറ്ററിലാണ് കയറിയത്. ഉമ്മാക്ക് ആദ്യമൊന്നും കയറാൻ പ്രശ്നം ഉണ്ടായിരുന്നില്ല കേട്ടോ. ഇപ്രാവശ്യം എന്താണെന്നറിയില്ല, ഉമ്മാക്ക് കയറുമ്പോൾ എന്താണെന്നറിയില്ല ഒരു ടെൻഷൻ നമുക്ക് ആയിരുന്നു കേട്ടോ. ഒരു വിധത്തിൽ പിടിച്ച് കയറ്റി തന്നെ പറയാം കേട്ടോ. ഫസ്റ്റ് അങ്ങനെയാണ് ഉണ്ടായത്. അങ്ങനെ പിന്നെ നമുക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു സ്ഥലത്തേക്ക് നമ്മൾ എത്തിയിട്ടുണ്ട്. എനിക്ക് പിന്നെ ഇങ്ങനെയൊക്കെ കാണാൻ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ഞാൻ അങ്ങനെ ചുരിദാറും കാര്യങ്ങളൊക്കെ അങ്ങനെ നോക്കി എന്തൊക്കെയുള്ളത് ഇങ്ങനെ നോക്കി നടക്കാറുണ്ട്. അപ്പോൾ എൻ്റെ കുട്ടികളൂടെ ബോറടിച്ചിട്ട് ഇങ്ങനെ നിൽക്കുക. കാരണം അവർക്ക് പറ്റിയ സാധനങ്ങളൊന്നും അവിടെ ഇല്ലല്ലോ. പിന്നെ ഞാൻ ബാഗുകൾ നോക്കിയിട്ടോ. നല്ല ഭംഗിയുള്ള ബാഗുകൾ, നല്ല രസമുണ്ട് കാണാൻ. പിന്നെ ഫാൻസി ആണെങ്കിലും നല്ല നല്ല വെറൈറ്റി കളക്ഷൻസ് ആണ് ഉള്ളത്. പിന്നെ ചുരിദാർ നോക്കി. ചുരിദാർ നോക്കിയിട്ട് എനിക്ക് ഇഷ്ടപ്പെട്ടൊരു കളറുണ്ട് കേട്ടോ. ഒത്തിരി ഇഷ്ടമായി എനിക്ക്. ഒരു നീല കളർ ചുരിദാറാണ് കേട്ടോ. നല്ല ഭംഗിയില്ലേ കാണാൻ, എനിക്ക് ഒരുപാട് ഇഷ്ടമായി. ഞാൻ എന്നിട്ട് ആ ചുരിദാർ ഇങ്ങനെ കൈ പിടിച്ച് നടക്കാൻ കേട്ടോ. അപ്പം ഉമ്മ വായ നമുക്ക് ഇനി അങ്ങോട്ട് പോകാമെന്നുണ്ട് വിളിക്കാൻ കേട്ടോ. ഉമ്മക്കറിയാം ഞാനിപ്പോൾ അവിടെ നിന്നെങ്കിൽ ശരിയാവില്ല എന്നറിയാം. ഞങ്ങൾ അവിടെ നിന്ന് പോകുന്നു കേട്ടോ. പിന്നെ ഉമ്മക്ക് എസ്കലേറ്ററിൽ കയറാൻ പറ്റണില്ല. ഉമ്മക്കാണെങ്കിൽ ലിഫ്റ്റിൽ ഒറ്റയ്ക്ക് കയറാനും പറ്റില്ല, കുട്ടികൾക്കാണെങ്കിൽ ഇതിൽ കയറും വേണം. അങ്ങനെയായിരുന്നു. അപ്പോൾ അത് കാരണം ഒരു വിധത്തിൽ ഉമ്മാനെ കയറ്റാൻ നോക്കി പറ്റിയില്ല. പിന്നെ ഒരു ഇക്കാതെ വന്നിട്ടാണ് ഉമ്മാനെ ഹെൽപ്പ് ചെയ്ത് ഒരുപാട് സന്തോഷമായി കേട്ടോ. ഞാൻ എന്താ ചെയ്യാന്ന് വെച്ചിട്ട് ഉമ്മ കാല് വെക്കുകയും ചെയ്തു. പിന്നെ ഇനിയിപ്പോൾ എന്താ ചെയ്യാന്ന് വെച്ചിട്ട് അങ്ങനെ നിൽക്കുമ്പോഴാണ് ഇക്കാതെ വന്നിട്ട് ഹെൽപ്പ് ചെയ്തിട്ടോ. പിന്നെ നമ്മൾ അടുത്തതായിട്ട് കയറിയത് ഗെയിമിങ് ഏരിയയിലേക്കാണ് കേട്ടോ. അവിടെ തന്നെ 14 ഗെയിമിങ് സംഭവങ്ങളാണ് കേട്ടോ അവരവിടെ സെറ്റാക്കി വെച്ചേക്കണത്. കുട്ടികൾക്ക് കളിക്കാൻ പറ്റിയ സംഭവങ്ങളാണ് എല്ലാം. നല്ല ഒന്നിനൊന്ന് വെച്ചെന്ന് പറയാം. നല്ല രസമുണ്ട് കാണാൻ. അങ്ങനെ കുട്ടികൾ കുറച്ച് നേരം അവിടെ കളിച്ച് പിന്നെ ഞങ്ങൾ ഫോട്ടോസ് എടുക്കാൻ വേണ്ടിയിട്ട് കുറച്ച് നേരം അപ്പുറത്തെ സൈഡിലേക്കൊക്കെ ഒന്ന് പോയിട്ടോ. അത് കഴിഞ്ഞ് നെക്സ്റ്റ് ഫ്ലോറിൽ ഫുഡ് കോർണർ പിന്നെ തിയേറ്ററുകളൊക്കെയാണ് ഉള്ളത്. ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾ വിദ്യാലോകത്തേക്കാണ് കേട്ടോ പോയത്. പെരുമ്പിലാവ് അടുത്ത് തന്നെയാണ്. ഈ ഫെൽക്കം മാളിൻ്റെ അവിടെ നിന്ന് കുറച്ചങ്ങോട്ട് പോകണം. ഞങ്ങൾ കുറച്ച് നടക്കാമെന്ന് വിചാരിച്ചു. പക്ഷേ അത്യാവശ്യം നടന്നു കേട്ടോ. വണ്ടി വിളിച്ചിട്ട് പോവുക ഏറ്റവും നല്ലത്. അങ്ങനെ ഞങ്ങൾ ഫുഡ് കഴിക്കാൻ വേണ്ടി അവിടെ പോയി നോക്കി നോക്കുമ്പോൾ ഫുഡില്ല, ബിരിയാണി കഴിഞ്ഞു എന്നൊക്കെ പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ അവിടെ നിന്നും പോന്നു. പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് പോന്നു കേട്ടോ. ഫുഡ് ഹബ്ബ് കണ്ടു നോക്കുമ്പോൾ അവിടെ നിന്ന് എന്തെങ്കിലും വെള്ളം ജ്യൂസ് എന്തെങ്കിലും കുടിക്കാമെന്ന് വെച്ചു. പക്ഷെ അവിടെ നിന്ന് കഴിച്ചില്ല. പിന്നെ നമ്മൾ അൽസാക്കിയതായിട്ടുള്ളൊരു കുഴിമന്തി റെസ്റ്റോറൻറ്റിലേക്കാണ് പോയത്. അവിടെ ഒരു 10-15 മിനിറ്റ് നേരെ വെയിറ്റ് ചെയ്യേണ്ടി വന്നുള്ളൂ. അത് കഴിഞ്ഞ് നോക്കുമ്പോഴത്തേനും ഞങ്ങളൊരു ലൈം ഓർഡർ ചെയ്തു. അങ്ങനെ ലൈം കുടിച്ചു. അത് കുടിച്ച് കഴിയുമ്പോഴത്തേനും മന്തി വന്നു കേട്ടോ. എനിക്ക് ഏറ്റവും ഇഷ്ടം മന്തിയാണ് കഴിക്കാൻ. ചെറിയ മോൾക്ക് കഴിക്കാൻ ഇഷ്ടം ഷവർമ്മയാണ് കേട്ടോ. പക്ഷെ ആ സമയത്ത് ഷവർമ്മ കിട്ടിയില്ല. അങ്ങനെ ഞങ്ങൾ മന്തിയൊക്കെ കഴിച്ച് അങ്ങനെ അവിടെ നിന്ന് പോന്നു. ഞങ്ങൾ ബസ് കയറാൻ വേണ്ടിയിട്ട് ഞാൻ നടക്കുകയാണ് കേട്ടോ. അങ്ങനെ ഞങ്ങൾ സ്റ്റാൻഡിലെത്തി. ഒരു ഗ്ലാസ് ചായയൊക്കെ വാങ്ങിച്ചു കുടിച്ചു. അപ്പോഴത്തേക്കും ബസ് വന്നു. അങ്ങനെ ബസ്സിൽ കയറി. എനിക്ക് സൈഡ് സീറ്റിലിരിക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. കുട്ടികൾക്കും സൈഡ് സീറ്റാണ് കേട്ടോ ഇഷ്ടം. അപ്പോൾ അത് കാരണം ഞങ്ങളെല്ലാവരും സെപ്പറേറ്റ് ആയിട്ട് ഓരോ സീറ്റിലാണ് ഇരുന്നത് കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ വീഡിയോ. എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ ലൈക്കും കമൻറ്റും സബ്സ്ക്രൈബും ചെയ്യണേ. കൂടാതെ ഹൈപ്പ് ബട്ടനും കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യണം കേട്ടോ. അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ, സി യു.